മോർണിംഗ് റിപ്പോർട്ടിൽ ഇനി അതിഥിയിലേക്കാണ്. ദേശീയ സിനിമാ അവാർഡ് ജേതാവ് ശിവപ്രസാദ് സംവിധാനം ചെയ്യുന്ന അദ്ദേഹത്തിൻ്റെ 9ാമത്തെ ചിത്രം സ്ഥാനം എന്ന ചിത്രം മെയ് 18-ന് തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. ചിത്രത്തിൻ്റെ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നതിന് വേണ്ടി ചിത്രത്തിലെ സംഗീത സംവിധായകൻ ഡോക്ടർ സാം കടമനിട്ടയാണ് ഇന്ന് നമ്മുടെ അതിഥിയായിട്ടുള്ളത്. ശ്രീ സാം കടമനിട്ട, മോർണിംഗ് റിപ്പോർട്ടിലേക്ക് സ്വാഗതം. താങ്ക് യു. താങ്കളെക്കുറിച്ച് പറയുമ്പോൾ താങ്കൾ ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് കേരളത്തിലെ ശ്രദ്ധേയമായിട്ടുള്ള നിറസാന്നിധ്യമാണെന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. എങ്ങനെയാണ് താങ്കൾ സിനിമയിലേക്ക് കടന്നു വരുന്നത്? താങ്കളുടെ ആദ്യ ചിത്രമാണ്. ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ കൂടിയാണ് എന്നെ കൂടുതൽ ആളുകൾ അറിയുന്നത്. എന്നാൽ എറണാകുളത്ത് എത്തിയതിന് ശേഷം മുതലാണ് ഞാൻ സിനിമയെക്കുറിച്ച് സ്വപ്നം കണ്ടു തുടങ്ങിയത്. എന്നുവെച്ചാൽ കൃത്യമായി പറഞ്ഞാൽ 2011 മുതൽ. അതിനു മുൻപ് ഞാൻ ക്രിസ്ത്യൻ ഡിവോഷണൽ സോങ്സിനാണ് ഇമ്പോർട്ടൻസ് കൊടുത്തിരുന്നത്. സ്വാഭാവികമായി എൻ്റെ ഒരു ജീവിതത്തിൻ്റെ ശൈലി, എൻ്റെ പള്ളിയുമായിട്ടുള്ള ബന്ധം, അങ്ങനെയൊക്കെ. എന്നാൽ വിവാഹത്തോടനുബന്ധിച്ച് ഞങ്ങളുടെ ഒരു പ്രണയവിവാഹമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ആ സമയത്ത് ഞങ്ങളുടെ ഫോൺ കോളുകളിലൊക്കെ പാട്ട് പാടാൻ ആവശ്യപ്പെടുമ്പോൾ എനിക്ക് അന്ന് അധികം ഞാൻ ഇപ്പോഴും സിനിമ ഗാനങ്ങൾ അധികം കേൾക്കാറില്ല. ഞാൻ കേൾക്കുന്നത് കൂടുതലും കച്ചേരികളും ഗസലുകളൊക്കെയാണ് കേൾക്കുന്നത്. കാരണം നമ്മൾ ചെയ്യുന്ന പാട്ടുകളിൽ നമ്മൾ കേട്ട പാട്ടുകളുടെ ഈണം കയറി വരരുത് എന്നുള്ള ഒരു വിചാരം കൊണ്ട് 1-2 തവണ ഒരു റെഫറൻസിന് വേണ്ടി, അല്ലെ എന്താണ് സംഭവിക്കുന്നത് എന്നറിയാനുള്ള കേൾവിയല്ലാതെ ആസ്വദിക്കാൻ വേണ്ടി തുടർച്ചയായി കേൾക്കുന്ന പാട്ടുകൾ പഴയ പാട്ടുകളാണ്. അപ്പം എൻ്റെ അടുത്ത് പെട്ടെന്ന് പാട്ട് പാടാൻ ആവശ്യപ്പെടുമ്പോൾ എൻ്റെ ഓർമ്മയിൽ പെട്ടെന്ന് സിനിമ പാട്ടൊന്നും വരില്ല. അപ്പം ഞാൻ കയ്യിൽ നിന്നിട്ട് പാടും. അങ്ങനെ കുറേ പാട്ടുകളുണ്ടായി. ആ പാട്ടുകളെല്ലാം കൂടി റെക്കോർഡ് ചെയ്ത് ഒരാൽബമാക്കാം എന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ അതിൻ്റെ റെക്കോർഡിങ് നടന്ന എറണാകുളത്ത്. അത് എടുത്തു പറയേണ്ടത്, താങ്കളുടെ വിവാഹ സമയത്ത് പോലും, വിവാഹ സൽക്കാര ചടങ്ങിൽ പോലും, അല്ലെങ്കിൽ വിവാഹത്തിൻ്റെ റിസപ്ഷനിൽ താങ്കൾ ഭാര്യയുമൊപ്പം അല്ലെങ്കിൽ നവവധുവുമായി ചേർന്ന് നിന്നുകൊണ്ടൊരു ഗാനം, അതും താങ്കൾ സ്വന്തമായിട്ട് അപ്പോൾ തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അന്നേരം പലരും പറഞ്ഞു പാടാൻ. അതും ഇങ്ങനെയാണ്. അപ്പോൾ പെട്ടെന്ന് പാടാൻ ഓർമ്മയിലൊന്നുമില്ല. അപ്പോൾ പെട്ടെന്ന് കയ്യിൽ നിന്നിട്ട് ഒരു സാധനം പാടി. അപ്പോൾ ലൈവ് ഓർക്കസ്ട്ര എല്ലാം ഉണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഒരു അക്കോമ്പനിമെൻറ്റും ഒക്കെ കിട്ടി. അപ്പോൾ എന്ന് പറഞ്ഞതിൻ്റെ കൂട്ട് കുറേ പാട്ടുകൾ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് റെക്കോർഡ് ചെയ്ത് റിയാൻ സ്റ്റുഡിയോയിൽ, കൊച്ചിയിൽ അത് റെക്കോർഡിങ് നടക്കുന്ന സമയത്ത് ഒരു പ്രൊഡക്ഷൻ കൺട്രോളർ സ്റ്റുഡിയോയിലേക്ക് വേറൊരു വർക്ക്, അവരുടെ ഒരു വർക്ക് നോക്കാൻ വേണ്ടി വരിക. അപ്പോൾ MG ശ്രീകുമാർ പാടിയ ഒരു പാട്ട്, നല്ലൊരു ഫാസ്റ്റ് നമ്പറിൻ്റെ മിക്സിംഗ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ പാട്ട് കേൾക്കുകയും റെക്കോർഡിസ്റ്റുമായിട്ട്, സൗണ്ട് എഞ്ചിനീയറുമായിട്ട്, അനിലുമായിട്ട് ഇതേതാ പാട്ടെന്നൊക്കെ അന്വേഷിക്കുകയും അങ്ങനെ ആൽബത്തിലേതാണെന്ന് പറയും. ചേട്ടാ, ഇത് ആൽബമായിട്ട് ഇറക്കരുത്, നമുക്കിത് ഏതെങ്കിലും ചെറിയ ബഡ്ജറ്റ് പടങ്ങളിൽ നമുക്കിത് കേട്ടാമല്ലോ, നല്ല സുന്ദരം പാട്ടാണല്ലോ എന്ന് ആ പ്രൊഡക്ഷൻ കൺട്രോൾ പറഞ്ഞ നിമിഷം മുതലാണ് ഞാൻ ചെയ്യുന്ന ഒരു പാട്ടിന് സിനിമയിൽ വരാനുള്ളൊരു ക്വാളിറ്റി ഉണ്ടല്ലോ എന്ന ചിന്ത. ആ നിമിഷം മുതലാണ് ഞാൻ സിനിമയെക്കുറിച്ച് തോന്നി തുടങ്ങിയത്. സത്യം പറഞ്ഞാൽ ഞാൻ എൻ്റെ വിവാഹത്തിന് എത്തുന്നവർക്ക് ഗിഫ്റ്റായിട്ട് ഈ ആൽബം നൽകണം എന്ന് കരുതിയാണ് അതിൻ്റെ റെക്കോർഡിങ് നടന്നത്. ഈ ഒരു ഡിസ്കഷൻ ഡെവലപ്പ് ചെയ്ത് ഞാനത് ചെയ്തില്ല. പിന്നെ വർഷങ്ങളോളം ആ പാട്ട് ഇറങ്ങാതിരുന്നു. അത്ര 7, 8, 9 പാട്ടുകളുണ്ടായിരുന്നു. അപ്പോൾ എല്ലാം നല്ല പാട്ടുകളാണ്. അപ്പം അതങ്ങനെ ഇരുന്നു. ആ പാട്ടുകൾ വെച്ച് ഈ പ്രൊഡക്ഷൻ കൺട്രോളർ തന്നെ കുറേ അധികം സിനിമകളിൽ എന്നെ ഒന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പല ശ്രമങ്ങൾ നടത്തി. അപ്പോഴാണ് ഇത് ഇത്ര വലിയ ഒരു എൻട്രി എന്ന് പറയുന്നത് അത്ര എളുപ്പമല്ല എന്ന് മനസ്സിലായത്. പിന്നീട് ആ പാട്ടുകൾ ഈസ്റ്റ് കോസ്റ്റിൻ്റെ ഇറ്റ്സ് മൈ ലവ് ഫോർ യു എന്ന ആൽബമായിട്ട് ആ പാട്ടുകൾ ലളിതഗാനവും ഓണപ്പാട്ടുകളും പ്രണയഗാനവും എല്ലാം ആയിട്ട് പുറത്തു വന്നു. അന്ന് ആ കാലത്തുണ്ടായ ഒരു ഫേസ്ബുക്ക് സുഹൃത്താണ് എൻ്റെ സ്നേഹിതൻ അനിൽ പെണ്ണുക്കര എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ. അദ്ദേഹം എൻ്റെ പാട്ടുകൾ യൂട്യൂബിൽ കണ്ട് എന്നോട് ഇഷ്ടം തോന്നി. എൻ്റെ ഒരു സുഹൃത്തിൽ കൂടി എൻ്റെ നമ്പർ കണ്ടെത്തി എന്നെ വിളിക്കുകയും ഞങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിൽ, അദ്ദേഹം ഈ സ്ഥാനം എന്ന സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളറാണ്, പ്രൊഡക്ഷൻ ഡിസൈനറാണ്. അപ്പം അദ്ദേഹമാണ് എന്നെ സംവിധായകൻ ശിവപ്രസാദ് സാറിനും ഈ ചിത്രത്തിൻ്റെ നിർമ്മാതാവ് രാജൻ സാറിനും എന്നെ പരിചയപ്പെടുത്തുന്നത്. സത്യത്തിൽ ഈ സിനിമയിലേക്കുള്ള എൻ്റെ വാതിൽ തുറക്കപ്പെട്ടതും വളരെ അത്ഭുതകരമാണ്. കാരണം വളരെ സീനിയറായിട്ടുള്ള ഒരു സംഗീത സംവിധായകനെ അവർ നിശ്ചയിച്ചിരുന്നതാണ്. അദ്ദേഹത്തിനൊരു അസൗകര്യമുണ്ടായി. അപ്പോൾ അതിനേക്കാൾ സീനിയറായ മറ്റൊരാളെ, കാരണം ശിവപ്രസാദ് സാർ എന്ന് പറയുന്നത് ഒരു ദേശീയ അവാർഡ് ജേതാവാണ്, വളരെ പ്രായമുള്ളൊരു വളരെ സീനിയറായിട്ടുള്ള സംവിധായകനാണ്. അപ്പം അദ്ദേഹത്തിൻ്റെ നിരയിലുള്ള, അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിലെ സൗഹൃദങ്ങൾക്കകത്തു നിന്നാണ് അദ്ദേഹത്തിൻ്റെ സിനിമയിൽ ഈ മധു സാർ അടക്കമുള്ള ആളുകൾ, ജയകുമാർ സാറിൻ്റെ രചനയെല്ലാം അങ്ങനെ വന്നതാണ്. അപ്പോൾ ആ നിരയിൽ അടുത്തൊരാളിനെ അന്വേഷിച്ചുകൊണ്ടിരുന്നപ്പോൾ എന്നെ അനിൽ സാർ വിളിക്കുകയും ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ട്, തിരുവല്ല വരെ ഒന്ന് വന്നിട്ട് പോകുന്നതിന് ബുദ്ധിമുട്ടില്ലെങ്കിൽ ഒന്ന് വന്ന് കണ്ടിട്ട് പോകും, എനിക്കൊരു ഉറപ്പും പറയാൻ പറ്റത്തില്ല, മറ്റൊരാളിനെ വേണ്ടി അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സംഗതി നടന്നാൽ നല്ലതാണ്, പക്ഷേ എനിക്ക് ഉറപ്പ് തരാൻ പറ്റത്തില്ല. തിരുവല്ല വരെ വരുന്നതിന്, എറണാകുളത്തു നിന്ന് തിരുവല്ല വരെ ചെല്ലുന്നതിന് എന്നെ
പഴി പറയത്തില്ലെങ്കിൽ വന്നു പോകാൻ പറഞ്ഞു. അങ്ങനെയാണ് ഞാൻ വിട്ടടിച്ച് തിരുവല്ലയ്ക്ക് സാറിനെ കാണാൻ പോയി. ഞാൻ പാട്ടൊക്കെ കേൾപ്പിക്കാൻ റെഡിയായിട്ടാണ് പോയത്. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ സാറ് പരിചയപ്പെട്ടു. അപ്പോൾ ഞാൻ പാട്ടൊന്നും കേൾപ്പിക്കേണ്ടി വന്നില്ല. കുറച്ചേരം വർത്തമാനം പറഞ്ഞിട്ട് എൻ്റെ കയ്യിലോട്ട് 2 പേപ്പറുകൾ എടുത്ത് തന്നു. ഇതാ മോനെ, ഇതാ കുഞ്ഞെ, ഒരു വാത്സല്യത്തോടെ ഇതാ കുഞ്ഞെ നമ്മുടെ പാട്ടുകൾ എന്ന് പറഞ്ഞു. ഞാനത് നോക്കുമ്പോൾ ആ നിമിഷം എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം ഉള്ള മറ്റൊരു നിമിഷമാണ്. കാരണം കെ ജയകുമാർ എന്ന് പറയുന്ന ചന്ദനലേപ സുഗന്ധം പോലെ എക്കാലത്തെയും സൂപ്പർ ഹിറ്റായ പാട്ടുകളുടെ ഗാനരചയിതാവ് കെ ജയകുമാർ സാറിനെ കൊണ്ട് എന്തെങ്കിലും എൻ്റെ ഒരു ലളിതഗാന ആൽബത്തിലെങ്കിലും ഒരു പാട്ട് എഴുതിപ്പിക്കണം, അദ്ദേഹത്തെ പോയി പരിചയപ്പെടണം എന്നൊക്കെ ഞാൻ ആഗ്രഹിച്ചിരിക്കുമ്പോൾ എൻ്റെ കൈവെള്ളയിലേക്ക് കെ ജയകുമാർ, ഗാനരചന കെ ജയകുമാർ എന്നെഴുതിയ പേപ്പർ എൻ്റെ കയ്യിലോട്ട് ഈശ്വരൻ വെച്ച് തരികയാണ്. ഞാനത് വളരെ സന്തോഷത്തോടെ സ്വീകരിച്ചു. അപ്പോൾ അവിടെ 4-5 പേരുണ്ട്, എല്ലാവരും വർത്തമാനം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. സ്വാഭാവികമായും ഞാൻ നല്ല പരിഭ്രമത്തിലാണ്. പ്രത്യേകിച്ച് ഈ പാട്ടെൻ്റെ കയ്യിലോട്ട് തരികയും കൂടെ ചെയ്തപ്പോൾ എൻ്റെ പരിഭ്രമം ഇരട്ടിച്ചു. കാരണം എൻ്റെ പാട്ട് കേൾക്കാതെ ഈ പാട്ടിൻ്റെ തന്നെ എൻ്റെ ഒരു ട്യൂൺ കേൾക്കാനായിരിക്കുമല്ലോ തന്നതെന്ന് ഞാൻ അപ്പോൾ തന്നെ ചിന്തിച്ചു. അപ്പോൾ അതിൻ്റെ ട്യൂൺ മണിക്കൂറുകൾക്കകം കേൾപ്പിക്കേണ്ടി വരും എന്ന ഒരു ഉത്തരവാദിത്വ ബോധം കൂടി എൻ്റെ തലയിലേക്ക് വന്നു. എങ്കിലും ആ പരിഭ്രമം പുറത്ത് കാണിക്കാതെ ആ 5-6 പേരുടെ സംഭാഷണത്തിൽ ഞാനും ഇരുന്നു. കുറേ നേരം കഴിഞ്ഞപ്പോൾ എനിക്കൊരു ഫോൺ വന്നു. ഞാൻ ആ ഫോൺ കോളിൽ പുറത്തോട്ടിറങ്ങി. കോൾ കഴിഞ്ഞ് ഞാൻ മുറ്റത്തിരുന്നു കുറേ നേരം. ഈ 2 പാട്ടും, ആദ്യം ഇരുന്ന പാട്ട് അത് മറ്റൊരു സന്തോഷം. അതായത് ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ കൂടി എൻ്റെ ഒരു വളർച്ച ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ കൂടിയാണ്. എനിക്ക് കുറച്ച് ഒരു ദൈവനിയോഗം പോലെ തന്നെ ഭക്തിഗാനങ്ങളിലൂടെ നിറഞ്ഞു നിന്നതുകൊണ്ടാവാം തീർച്ചയായിട്ടും എൻ്റെ കയ്യിൽ കിട്ടിയ ആദ്യത്തെ ലിറിക്ക് കർത്താവേ നീ എന്നെ കൈവിടല്ലേ നീ. അപ്പോൾ എൻ്റെ അടുത്ത് ഇതിൻ്റെ സന്ദർഭം പറഞ്ഞു തന്നു. ഇതിൻ്റെ കേന്ദ്ര കഥാപാത്രം മധു സാറാണ് അവതരിപ്പിക്കുന്നത്. അദ്ദേഹം ഒരു സാമൂഹിക പ്രതിബദ്ധതയുള്ള ഒരു നല്ല കോളേജ് പ്രൊഫസർ, എല്ലാവർക്കും സ്വീകാര്യനായ ഒരു പൊതുസമൂഹത്തിന് സ്വീകാര്യനായ ഒരു കോളേജ് പ്രൊഫസർ. അദ്ദേഹം അംഗമായിരിക്കുന്ന ഇടവകയിലെ ചേരിതിരിഞ്ഞുള്ള ഇടവകയിലെ അദ്ദേഹത്തിൻ്റെ പള്ളിയിലെ തർക്കത്തിനകത്ത് അദ്ദേഹത്തെ അവരവരുടെ പക്ഷത്ത് നിർത്താൻ ഇരു പക്ഷങ്ങളും ശ്രമിക്കുകയും അദ്ദേഹം ഒരു നിലപാടെടുക്കുകയും അപ്പോൾ അദ്ദേഹത്തിൻ്റെ നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെയാണ് ഈ സിനിമയുടെ പ്രമേയം. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു പള്ളിയും അച്ഛനും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട ഒരു കഥയാണ്. നമുക്ക് ചിത്രത്തിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് വരാം. ചിത്രത്തിൻ്റെ ട്രെയിലർ ഒന്ന് കണ്ടിട്ട് മടങ്ങി. ഓക്കെ. ഒരുമപ്പെടലില്ലാത്തിടത്ത് ദൈവം ഉണ്ടാവില്ല. സഭാവിശ്വാസികളെ പിടിച്ചെടുത്തണമെങ്കിൽ വികാരം വേണം, അല്ലെങ്കിൽ ഒരു മറികണ്ടം ചാടിപ്പോവും. കഷ്ടം, ഇതെല്ലാം കർത്താവിന്റെ പേരിലാണല്ലോ ഓർക്കുമ്പോഴാ വിഷമം. ഒരു ബാച്ചിലറുടെ മാനസിക വ്യാപാരത്തെ പറ്റി ഭൗതിക്ക് അറിയാലോ അല്ലേ? അറിയാമേ, ഈ ബാച്ചിലറെ കാണാൻ തുടങ്ങിയിട്ട് കുറെ നാളുകളായി. ഓരോ ഉറക്കവും മരണത്തിന്റെ റിഹേഴ്സലുകളായി എനിക്ക് തോന്നിയിട്ടുണ്ട്. ക്രിസ്ത്യാനിയാണെന്നും പറഞ്ഞ് അപ്പച്ചനെ കമ്മ്യൂണിസ്റ്റുകാരെ പുറത്താക്കി. കമ്മ്യൂണിസ്റ്റ് ആണെന്നും പറഞ്ഞ് ക്രിസ്ത്യാനിയാണ്. അന്റാർട്ടിക്കയിൽ പോയി ഐസ് കച്ചവടം നടത്തി കച്ചവടം തുടർന്നവനാ ഞാൻ. അതാണ് ഈ അന്തോണിച്ചൻ. അയ്യോ, നീ എന്നതാ ചെയ്തോണ്ടെന്ന് ആക്കി പറയുന്ന പോലെ. നിനക്കെന്റെ പേരറിയാമല്ലോ. എന്റെ അപ്പനെ അമ്മയെ അടക്കേണ്ട അടുത്ത് എനിക്കൊരു കുഴിമാടം ഉണ്ടാക്കണം. എന്താ വിമലെ, എത്ര പ്രാവശ്യം വിളിച്ചു? ഓരോരുത്തരായി മാറി മാറി വിളിച്ചല്ലോ. വേഗം വാ. എന്നെ അമ്മച്ചി, എന്നെ അപ്പച്ചന്. ശ്രീ VJ അലക്സാണ്ടർ സാറിന്റെ ശവസംസ്കാരത്തിന്മേലുള്ള പ്രശ്നങ്ങൾ ഇപ്പോഴും അനിശ്ചിതമായി തുടരുകയാണ്. സഭയിലെ 2 വിഭാഗക്കാർ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് പ്രശ്നം രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പലയിടത്തെങ്കിലും ചെല്ലാൻ ഒക്കുകയല്ല.
എന്റെ അപ്പച്ചൻ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ അടക്കണോ വെച്ചു. മരിച്ചു കഴിഞ്ഞാലും പ്രശ്നങ്ങൾ ബാക്കിയാ. നമുക്ക് പോയി ബിഷപ്പിനെ ഒന്ന് കണ്ടാലോ? തനിക്ക് എന്താ ഇവിടെ കാര്യം? ബിഷപ്പിനെ കാണാൻ നീ ആരാ? നമ്മൾ യുദ്ധം ചെയ്യുന്നതെല്ലാം നമ്മുടെ പള്ളിക്ക് വേണ്ടിയാണ്. ശരിക്കും ഇപ്പോൾ ട്രെയിലറിൽ കണ്ടതുപോലെ അല്ലെങ്കിൽ മുമ്പ് സാം സൂചിപ്പിച്ചതുപോലെ ഒരു സഭയിലെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ ഏതൊരു യഥാർത്ഥ സംഭവം തന്നെയാണോ അല്ലെ ഒരു യഥാർത്ഥ കഥയാണോ സ്ഥാനം പറയുന്നത്? അതെ അതെ. ഞാൻ വർഷം കൃത്യമായിട്ട് ഓർക്കുന്നില്ല. എനിക്ക് തോന്നുന്നു 93-ലോ 97-ലോ ഒരു ശവസംസ്കാരവുമായി ബന്ധപ്പെട്ട ഒരു പോലീസ് ലാത്തി ചാർജ് ഉണ്ടാവുകയും ബോഡി ശവപ്പെട്ടിയിൽ നിന്നും പുറത്തു പോവുകയൊക്കെ ചെയ്ത വലിയ വാർത്തയായൊരു സംഭവമുണ്ട്. ആ സംഭവത്തിൽ നിന്നാണ് ശിവപ്രസാദ് സാറ് ഈ കഥയെക്കുറിച്ച് ചിന്തിക്കുകയും അദ്ദേഹത്തിൻ്റെ വളരെ ആത്മസ്നേഹിതനായ ഗുരുസ്ഥാനിനായ ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ നിന്നും ഉൾക്കൊണ്ട മൂല്യങ്ങൾ ആണ് അലക്സാണ്ടർ സാർ എന്ന് പറയുന്ന കഥാപാത്രത്തിൽ അദ്ദേഹം കൊണ്ടുവച്ചിരിക്കുന്നത്. അപ്പം അദ്ദേഹത്തിൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ ശവസംസ്കാരവുമായി ബന്ധപ്പെട്ടൊക്കെ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് സിനിമയുടെ മൊത്തത്തിലുള്ളൊരു. അപ്പോൾ അതുകൊണ്ടാണ് അതിനകത്തിൽ പ്രധാനമായിട്ടും ഈ ഭക്തിഗാനം കയറി വന്നത്. അത് അവരുടെ ഒരു അലക്സാണ്ടർ സാർ ഒരു ലളിത ജീവിതം നയിക്കുകയും ജീവിതത്തിൻ്റെ ആദർശങ്ങളുടെ ഭാഗമായി അത്രയും വലിയ മനുഷ്യനാണെങ്കിലും പ്രാരാബ്ദങ്ങൾക്കകത്ത് മകനും ഭാര്യയും മരിച്ചു പോവുകയും മരുമകളും ചെറുമകളെ വളർത്തേണ്ടി വരികയൊക്കെ ചെയ്യുന്നതിൻ്റെ ഒരു അതൊക്കെയാണ് അതിൻ്റെ ഒരു കഥയുടെ ശരിക്കും ഒരു ക്രിസ്തീയ പശ്ചാത്തലം തന്നെയാണ്. ക്രിസ്തീയ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഒരു ഇടവക അല്ലെങ്കിൽ ഒരു ക്രിസ്ത്യാനി എങ്ങനെ പൊതുസമൂഹത്തിലായിരിക്കണം, പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് ഒരു ഇടവക നൽകേണ്ടത് എന്നൊക്കെയുള്ളതാണ്. അത്തരത്തിലുള്ള മെസ്സേജുകളും ചിത്രം നൽകുന്നത്. ഗൗരവമുള്ളൊരു സിനിമയാണ്. ഓക്കെ, 4 പാട്ടുകളാണ് ചിത്രത്തിലുള്ളത്. 3 പാട്ടുകളാണ്. അപ്പോൾ സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക് താങ്കൾ പ്രത്യേകിച്ച് ക്രിസ്തീയ ഭക്തിഗാന രംഗത്ത് നിറസാന്നിധ്യമായിട്ടുണ്ടായിരുന്ന താങ്കൾ, ഒരു പാട്ടുകാരൻ കൂടിയായിട്ടുള്ള താങ്കൾ എന്തായാലും ഒരു പാട്ട് പാടിയേ പറ്റുള്ളൂ. അപ്പോൾ ചിത്രത്തിൽ തന്നെ പാട്ടായിക്കോട്ടെ. കർത്താവേ നീ എന്നെ കൈവിടല്ലേ, നീ നല്ല ഇടയനല്ലേ, തെറ്റുകളെല്ലാം പൊറുക്കേണമേ, നേർവഴി കാട്ടേണമേ, എന്നും നേർവഴി കാട്ടേണമേ. കർത്താവേ നീ എന്നെ കൈവിടല്ലേ, നീ നല്ല ഇടയനല്ലേ. മനോഹരമായിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പാട്ട് കേട്ടു. ശരിക്കും ആദ്യ സിനിമ ക്രിസ്തീയ ഭക്തിഗാനത്തിൽ നിന്നും മാറി ആദ്യം സിനിമയിലേക്ക് എത്തുമ്പോൾ ആദ്യം തന്നെ ദാസേട്ടനെ പോലുള്ളൊരു വലിയ ഗായകനെ കൊണ്ട് പാടിക്കാൻ സാധിച്ചു. എന്തായിരുന്നു ആ ഒരു ഫീലിംഗ്? എന്തായിരുന്നു? മഹാഭാഗ്യം, ദൈവത്തിൻ്റെ വലിയ കരുണ. കരുതിയിരുന്നോ എപ്പോഴെങ്കിലും ദാസേട്ടനെ പോലുള്ള ഒരു വലിയ സിംഗറെ കൊണ്ട് പാടിക്കാൻ സാധിക്കുമെന്ന്? സ്വപ്നം കണ്ടിരുന്നു. ഏതൊരു സംഗീത സംവിധായകനും വെറുതെ ഒരു ചെറിയൊരു ആവശ്യത്തിന് 4 വരിയെങ്കിലും സ്വന്തമായി സംഗീതം ചെയ്തിട്ടുള്ള ഏതൊരാളും ആഗ്രഹിക്കുന്നതാണ് ദാസേട്ടനെ കൊണ്ട് പാടിക്കുക. ആഗ്രഹിക്കുന്നതിന് ആർക്കും ഒരു പരിധികളില്ല. എന്നാൽ ഞാൻ ഉറച്ചു വിശ്വസിച്ചിരുന്നു എന്നെങ്കിലും. ഇപ്പം ഞങ്ങൾ 10-30ഓളം ക്രിസ്തീയ ഭക്തിഗാനങ്ങളുടെ ആൽബങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ആത്മസുഹൃത്ത് ബാബു കോടംവരിൽ എന്ന് പറയുന്ന ഗാനരചയിതാവ്. അപ്പം ഞങ്ങൾ പാട്ടുകൾ നിർമ്മിക്കാനിരിക്കുമ്പോൾ തന്നെ ഞാൻ പല പ്രാവശ്യം നമുക്ക് എന്തെങ്കിലും ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കുന്ന ഒരു ആൽബം നമുക്ക് ചെയ്യണം. എന്നാൽ ആൽബങ്ങളിൽ ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കുന്നത് അത്ര നിസ്സാര കാര്യമല്ല, എളുപ്പമല്ല എന്നുള്ളത് ഞാൻ അന്വേഷിച്ച് മനസ്സിലാക്കിയിരുന്നു. അപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടി ദാസേട്ടനെ കൊണ്ട് പാടിപ്പിക്കാൻ വെച്ചാൽ സിനിമാക്കാർ അതിൻ്റെ ബാക്കി കാര്യങ്ങളൊക്കെ നോക്കിക്കോളും. അപ്പം ഈ സിനിമയിൽ ദാസേട്ടനെ കൊണ്ട് പാടിക്കുന്ന ഒരു അവസ്ഥ വരെ എത്തി എന്ന് പറയുന്നത് ദൈവത്തിന് എന്നോട് അത്രയേറെ കരുതലുണ്ട് എന്നുള്ളതിൻ്റെ ഒരു തെളിവാണ്. എങ്ങനെയാണ് ദാസേട്ടനിലേക്ക് എത്തിയത്? എങ്ങനെയാണ് ശരിക്കും?
ദാസേട്ടനിലേക്ക് എത്തിയത് സത്യത്തിൽ ഞാൻ ദാസേട്ടനെ ഫോളോ ചെയ്യുന്ന എല്ലാവരെയും പോലെ ദാസേട്ടനെ ഫോളോ ചെയ്യുന്ന ഒരാളാണ്. ദാസേട്ടൻ്റെ കച്ചേരികൾ ഇവിടെ ഉണ്ടെങ്കിലും ലൈവായിട്ട് പോയിരുന്ന കച്ചേരികൾ കേൾക്കുക. ദാസേട്ടനോടൊപ്പം പണ്ട് മുതലേ സഞ്ചരിക്കുന്ന കുറേയധികം സുഹൃത്തുക്കൾ. ഞാൻ ആദ്യകാലങ്ങളിൽ എൻ്റെ മ്യൂസിക് കരിയർ ആരംഭിച്ച ചെങ്ങന്നൂർ പാട്ടുപെട്ടി സ്റ്റുഡിയോ, അവിടുത്തെ സുരേഷ് വെല്ലിവിട് എന്ന് പറയുന്ന എൻ്റെ സുഹൃത്ത് സുരേഷ് ചായൻ്റെ കൂടെ ദാസേട്ടൻ്റെ കച്ചേരികൾ കേൾക്കാൻ പോയിട്ടുണ്ട്. അങ്ങനെ ദാസേട്ടന് ആയിരക്കണക്കിന് ആളുകളെ കാണുന്നതാണ്. എന്നാൽ ഒരിക്കൽ വിജയ് എൻ്റെ ഒരുപാട് ആൽബങ്ങളിൽ പാടിയിട്ടുണ്ട്, വിജയ് യേശുദാസ്. അപ്പം ഒരിക്കൽ ആറന്മുള വള്ളസദ്യയ്ക്ക് വന്നപ്പോൾ വിജയ്യാണ് എന്നെ ദാസേട്ടന് പരിചയപ്പെടുത്തുന്നത്. അന്ന് മുതലാണ് ഞങ്ങൾ ആൾക്കൂട്ടത്തിൽ കുറേ പേരുടെ ചുറ്റിലും ദാസേട്ടൻ എനിക്കൊരു കണ്ണ് തന്നു തുടങ്ങിയത് അന്ന് മുതലാണ്. ഒന്ന് പരിചയത്തിൻ്റെ ഒരു നോട്ടം ഉണ്ടല്ലോ, ആ നോട്ടം എനിക്ക് അന്ന് മുതലാണ് ലഭിച്ചു തുടങ്ങി. പിന്നീട് ഞാൻ US ചെന്ന സമയത്ത് ഇങ്ങനെ വിജയുമായിട്ട് വാട്സാപ്പിൽ ചാറ്റ് ചെയ്തപ്പോൾ ഞാൻ താമസിക്കുന്നത് ദാസേട്ടൻ താമസിക്കുന്നതിന് വളരെ അടുത്താണെന്ന് മനസ്സിലാക്കി. അങ്ങനെ വിജയിൽ കൂടി ദാസേട്ടൻ്റെ നമ്പർ എടുക്കുകയും ഞാൻ വന്നോട്ടെ എന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ എനിക്ക് ദാസേട്ടനെ അമേരിക്കയിലെ വീട്ടിൽ പോയി മണിക്കൂറുകൾ വർത്തമാനം പറഞ്ഞിരിക്കാൻ ഉള്ളൊരു ഭാഗ്യം കിട്ടി. പിന്നെ ഞാനൊരിക്കൽ ചെന്നൈയിൽ നിന്നും കൊച്ചിയിലേക്ക് വരാൻ വേണ്ടി ചെന്നൈ എയർപോർട്ടിൽ നിൽക്കുമ്പോൾ ദാസേട്ടൻ ആ ഫ്ലൈറ്റ്, ഞങ്ങൾ ഒരുമിച്ച് ഒരു ഫ്ലൈറ്റിലാണ്. അപ്പോൾ ഉച്ചയ്ക്ക് 2:45 മുതൽ ബാഗേജ് വരുന്ന 4:45 വരെ ദാസേട്ടൻ്റെ കൂടെ നിന്ന് വർത്താനം പറയാം. അപ്പോൾ അങ്ങനെ ദാസേട്ടനെ വളരെ സ്വകാര്യമായ ഒരുപാട് ഇടങ്ങളിൽ ദൈവം എനിക്ക് തന്നു. അപ്പോൾ ആ ഒരു ബന്ധം ഉണ്ടായിരുന്നത് അനുഗ്രഹമായി. പിന്നെ സിനിമയ്ക്ക് ദാസേട്ടന് പാടി കിട്ടിയത് സ്വാഭാവികമായും സിനിമയുടെ ഒരു സംവിധാനങ്ങളിൽ കൂടിയാണ്. എല്ലാം സംഭവിച്ചു. തീർച്ചയായിട്ടും ദൈവാനുഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരുപാട് ദൈവാനുഗ്രഹങ്ങളൊക്കെ ഉള്ള ഒരു സംഗീത സംവിധായകൻ കൂടിയാണ് ഡോക്ടർ സാം കടമനിട്ട എന്ന് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും ചിത്രത്തെക്കുറിച്ചിട്ട് ശരിക്കും സ്ഥാനം എന്ന സിനിമ പ്രേക്ഷകർ ഏത് തരത്തിലാണ് ശരിക്കും ചിന്തിക്കേണ്ടത്? എന്ത് പ്രതീക്ഷിച്ചാണ് സ്ഥാനം കാണാനായിട്ട് തിയേറ്ററുകളിലേക്ക് എത്തേണ്ടത്? സിനിമ എന്ന മാധ്യമത്തിൻ്റെ എല്ലാ ഉദ്ദേശ ലക്ഷ്യങ്ങളും അത് പൂർത്തീകരിക്കുന്ന ഒരു ചിത്രമാണ് സ്ഥാനം. ഒരു എൻ്റർടൈനർ എന്നതിനപ്പുറത്ത് സമൂഹത്തോട് പറയാനുള്ള പല കാര്യങ്ങൾ പറയുന്നൊരു ചിത്രമാണ്. ചിത്രത്തിൻ്റെ ഭാഗമായിട്ട് തിരക്കഥാകൃത്തും സംവിധായകനും ഒരേ ആൾ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ തിരക്കഥയിൽ ഒഴിച്ചുകൂടാനാകാത്ത 2 പാട്ടുകൾ പൂർണ്ണമായും ക്രിസ്തീയ കാരണം കഥാപാത്രം ഒരു ക്രിസ്ത്യൻ പശ്ചാത്തലത്തിലുള്ളതായതുകൊണ്ട് അവരുടെ കുടുംബ പ്രാർത്ഥനയും പിന്നെ അവരുടെ ആ ചെറുമകളുടെ വേദനയുമാണ് ഒരു പാട്ട്. രണ്ടും ഒരു പ്രാർത്ഥന അനുഭവത്തിലാണ്. അത് കഴിഞ്ഞ് ഞാൻ ഈ 2 പാട്ടുകൾ ചെയ്യുന്നൊരു സാഹചര്യമുണ്ടായി. അതിനുശേഷം ഇതിൻ്റെ മറ്റ് മാർക്കറ്റിംഗ് സാധ്യതകളെക്കുറിച്ചൊക്കെ അന്വേഷിച്ചപ്പോഴാണ് ഭക്തിഗാനം അല്ലാതൊരു പാട്ട്. ഭക്തിഗാനം എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പം ചാനലുകൾ ചിലപ്പോൾ ക്രിസ്മസിന് അല്ലെങ്കിൽ ഈസ്റ്റർ കഴിഞ്ഞാൽ പിന്നെ ഭക്തിഗാനം പ്ലേ ചെയ്യത്തില്ല. അപ്പം പൊതുസമൂഹത്തിന് എല്ലാവർക്കും പാടാവുന്ന ഒരു പാട്ടുണ്ടാവണം എന്ന് പറഞ്ഞിട്ടാണ്. പിന്നെ അപ്പോൾ അത് സംവിധായകൻ ഞങ്ങൾ ഒരുമിച്ചിരുന്ന് എല്ലാവരും വർത്തമാനം പറയുമ്പോഴും അപ്പം പറഞ്ഞു അങ്ങനെ ഒരു പാട്ടുണ്ടാക്കാം, പക്ഷേ അതിന് സിനിമയിലെങ്ങും വെക്കാൻ ഒരു ഇടമില്ല എന്ന് പറഞ്ഞു. അപ്പം പറഞ്ഞു എന്നാൽ നമുക്ക് സിനിമയിൽ വേണ്ട, നമുക്ക് പ്രൊമോഷന് വേണ്ടി ഉപയോഗിക്കാം എന്ന് പറഞ്ഞ് ജയകുമാർ സാറിനെ കൊണ്ട് തന്നെ അങ്ങനെയാണ് മറ്റൊരു താഴ്വാരമാകിയെന്നുള്ളത്. അപ്പം അപ്പോൾ എൻ്റെ അടുത്ത് പ്രൊഡ്യൂസർ പറഞ്ഞു, രാജൻ സാർ പറഞ്ഞു നമുക്ക് നല്ല ഇടിച്ചു നിൽക്കുന്നൊരു പാട്ട് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ താഴ്വാരമാകെ നാം അറിയാതെ അനുരാഗ ലില്ലികൾ പൂത്തു എന്നാണ് എഴുതി തന്നത്. അപ്പോൾ അതെൻ്റെ കയ്യിൽ കിട്ടിയപ്പോൾ എനിക്കതിന് കിട്ടിയ ട്യൂണ് താഴ്വാരമാകെ നാം അറിയാതെ അനുരാഗ ലില്ലികൾ പൂത്തു ഹേമന്തമേതോ സ്നേഹോപഹാരം വെൺമേഘശിലയിൽ തീർത്തു ചിണ്ടങ്കിട്ട അങ്ങനെ ഒരു ബീറ്റിലാണ് കിട്ടി. അപ്പോൾ ഈ പാട്ട് ചെയ്ത് ജയകുമാർ സാറിനെ കേൾപ്പിച്ചു. സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. സംവിധായകനെ കേൾപ്പിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു, കുഞ്ഞെ നമ്മുടെ കഥാപാത്രങ്ങൾക്ക് ഇത്ര ഉല്ലസിക്കാൻ പറ്റത്തില്ല, കാരണം നമ്മുടെ കഥ വേറെയാ, അത് കുറച്ചുകൂടി ഒന്ന് സ്ലോ ആയിരുന്നെങ്കിൽ നമുക്കത് സിനിമയിൽ അങ്ങ് വെക്കായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എല്ലാവർക്കും ഈ ട്യൂൺ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഈവൻ റെക്കോർഡിങ്ങിൻ്റെ സമയത്ത് ദാസേട്ടനെ കേൾപ്പിച്ചപ്പോഴും സുജാത ചേച്ചി കേൾപ്പിച്ചപ്പോഴും അത് മതിയായിരുന്നല്ലോ എന്ന് പറഞ്ഞു. അപ്പം എന്നാൽ സംവിധായകൻ പറഞ്ഞത് നമ്മളുടെ കഥാപാത്രത്തിന് മെലഡിയാണ് ആവശ്യം, സ്പീഡല്ല ആവശ്യം. അപ്പം താഴ്വാരമാകെ നാം അറിയാതെ അനുരാഗലില്ലികൾ പൂത്തു എന്ന ആ താഴ്വാരമാകെ ആ പേസിൽ നിന്ന് നേരെ അതേ ലിറിക്ക് ഇങ്ങോട്ട് വന്നു. അങ്ങനെ അത് ഇപ്പോൾ സിനിമയ്ക്കകത്ത് ആ പാട്ടുണ്ട്. നേരത്തെ സിനിമയിലേക്കല്ലായിരുന്നു, പ്രൊമോഷന് വേണ്ടിയിട്ട് ചെയ്ത പാട്ടാണ്. ഇപ്പോൾ അത് സിനിമയിലെ ഭാഗമായി മാറിയ ആ പാട്ട്.
ഓക്കെ, എന്തായാലും നമ്മുടെ ഷോ വൈൻഡപ്പ് ചെയ്യേണ്ട സമയമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും ഒരു ക്രിസ്തീയ സംഗീത സംവിധായകൻ എന്നുള്ള നിലയ്ക്ക്, ക്രിസ്തീയ ഭക്തിഗാനങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ള ആളെന്ന നിലയ്ക്ക് താങ്കൾ ഏറ്റവും ഇഷ്ടമുള്ള, താങ്കൾക്ക് ഏറ്റവും മനസ്സിൽ ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു പാട്ട് അങ്ങനെ പാടിക്കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. അതായത് ഞാൻ ഈ പല ചർച്ച ചെയ്ത് സിനിമാ ചർച്ചകളിലൊക്കെ പറഞ്ഞത്, ഇപ്പോൾ നമ്മൾ ക്രിസ്ത്യൻ ഡിവോഷണൽ ചെയ്യുന്ന ആളായതുകൊണ്ട് ഒരു ക്രിസ്ത്യൻ ഛായ കയറി വരും എന്നൊക്കെയാണ് പറഞ്ഞിട്ടുള്ളത്. പക്ഷേ ഒരിക്കലും അങ്ങനെ ഒരു ഛായ വന്നിട്ട്, കാരണം ദാസേട്ടൻ ഒരു പാട്ട് പാടാനുണ്ടായ ഒരു പ്രോസസ്സ് ഒരു 2-3 മാസത്തെ പ്രോസസ്സായിരുന്നു. നമ്മൾ ലിറിക് അയച്ചു, മ്യൂസിക് അയച്ചു, അത് മോണിറ്റർ ചെയ്യാനൊരു സംഘം. അപ്പം ഇവരെല്ലാം വളരെ പ്രഗത്ഭരായ ആളുകളിൽ കൂടിയാണ് ഈ ഈണവും രചനയും ഒക്കെ കയറിപ്പോയി. അപ്പോൾ ക്രിസ്ത്യൻ ഡിവോഷണൽ മ്യൂസീഷ്യൻ എന്നുള്ള ഒരു ജോണറിനകത്ത് ഞാൻ പെട്ടുപോകരുത്. അല്ലെങ്കിലും താങ്കളുടെ മനസ്സിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് തീർച്ചയായും. ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ, ദൈവമല്ലേ ജീവിതത്തിൽ നിന്റെ സർവവും. കുഞ്ഞുനാളിൽ പഠിച്ചതെല്ലാം മറന്നു പോയോ, വിശ്വാസത്തിൻ ദീപമെല്ലാം മാണഞ്ഞു പോയോ, പൊന്നു കുഞ്ഞെ ദൈവസ്നേഹം മറന്നിടല്ലേ, ദൈവമല്ലാതാരു നിന്നെ രക്ഷിക്കാനുള്ളൂ, ദൈവത്തെ മറന്നു കുഞ്ഞേ ജീവിക്കരുതേ. എന്തായാലും താങ്കൾ ദൈവത്തെ മറക്കാതെയുള്ള താങ്കളുടെ ജീവിത രീതികൾ തന്നെയാവാം താങ്കളെ പല രീതിയിലും ദൈവം കടാക്ഷിച്ചിട്ടുള്ളതെന്ന് കരുതുന്നു. തീർച്ചയായിട്ടും ഒരുപാട് ദൈവാനുഗ്രഹങ്ങളുള്ള വ്യക്തി തന്നെയാണ് ഡോക്ടർ സാം കടമ്പിനേട്ട. ഒരുപാട് ഉയരങ്ങൾ കീഴടക്കാൻ സാധിക്കട്ടെ സംഗീത സംവിധായകൻ എന്ന നിലയിൽ. ചിത്രത്തിനും ഒരു വിജയാശംസകൾ നേരുകയാണ്. ഒപ്പം ഞങ്ങളുടെ എത്തിയതിനും നന്ദി അറിയിക്കുന്നു. താങ്ക് യു. പ്രേക്ഷകർക്കും നന്ദി, നിങ്ങൾക്കും നന്ദി. താങ്ക് യു. ഇതോടെ ഇന്നത്തെ മോർണിംഗ് റിപ്പോർട്ടർ ഇവിടെ പൂർണ്ണമാവുകയാണ്. നമസ്കാരം.